നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് യു.ഡി.എഫ് ക്യാമ്പ്. ഈ ആത്മവിശ്വാസമാണ് എൽ.ഡി.എഫ് വോട്ടുകൾ പിടിച്ചുമാറ്റി യു.ഡി.എഫിനെ മികച്ച ഭൂരിപക്ഷത്തിലെത്തിക്കാൻ പ്രധാന കാരണക്കാരനായ പി.വി. അൻവറിനെ തള്ളിപ്പറയാൻ വി.ഡി. സതീശനെയും കൂട്ടരെയും ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ അൻവർ ഒരു ഫാക്ടർ ആയിരുന്നുവെന്ന് വൈകിയാണെങ്കിലും CPM നേതൃത്വം വിലയിരുത്തുന്നു. അൻവറിന്റെ ശക്തി കുറച്ചു കണ്ടതും അൻവറിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാതെ പോയതും വീഴ്ചയായി CPM വിലയിരുത്തുന്നുണ്ട്. അൻവർ LDF വോട്ടുകൾ പിടിച്ചുമാറ്റിയെന്ന് CPM കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറേ ആയിരുന്നില്ല എന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ പറയുന്നത്. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സതീശന്റെ പിടിവാശിക്കു മുമ്പിൽ അൻവറിനെ ആദ്യം അംഗീകരിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളും നിശബ്ദരാവുന്ന കാഴ്ചയാണ് കണ്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടി അധികാരത്തിലെത്താമെന്നാണ് വി.ഡി. സതീശൻ കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, K. മുരളീധരൻ, ശശി തരൂർ അടക്കം കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനമോഹികളെയെല്ലാം വെട്ടിനിരത്തി തനിക്ക് മുഖ്യമന്ത്രിയാവാം എന്ന വിചാരത്തിലാണ് വി.ഡി. സതീശൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് താൽപ്പര്യമുള്ളവരെയും തനിക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും മാത്രമായിരിക്കും സതീശൻ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വന്നാൽ മുന്നണിയിലും പാർട്ടിയിലും തന്റെ അപ്രമാദിത്യം വിജയിക്കുമെന്നും അദ്ദേഹം കണക്കാക്കുന്നു. അൻവറിനെ മുന്നണിയിലെടുക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്താൽ എന്തെങ്കിലും ഇഷ്ടക്കേട് കണ്ടാൽ അൻവർ അത് തുറന്നു പറയുമെന്നും, ഇപ്പോൾ പിണറായി വിജയനെതിരെ അൻവർ നീങ്ങുന്നത് പോലെ നാളെ തനിക്കെതിരെയും അൻവർ നീങ്ങുമെന്നും വി.ഡി. സതീശൻ ഭയപ്പെടുന്നുണ്ട്. ഈ ഭയപ്പാടാണ് അൻവറിനെ തള്ളാൻ സതീശനെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അൻവറിനെ തള്ളിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് അത് ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ചെറുകിട സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ച് ഒരു ചെറുമുന്നണിയായിട്ടായിരിക്കും അൻവർ ഇനി മുന്നോട്ട് പോകുക. നിലമ്പൂരിൽ കണ്ടതുപോലെ LDF വോട്ടുകൾ ആയിരിക്കില്ല മറ്റു സ്ഥലങ്ങളിൽ അൻവറിന്റെ ഈ ചെറുമുന്നണി പിടിക്കുക. നിലമ്പൂരിൽ അൻവർ 9 വർഷക്കാലം LDFന്റെ MLA ആയതിനാലാണ് LDF വോട്ടുകൾ അൻവറിന് പിടിച്ചുമാറ്റാൻ കഴിഞ്ഞത്. യു.ഡി.എഫിന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അടക്കം അൻവറിന്റെ സ്ഥാനാർത്ഥികൾ വന്നാൽ യു.ഡി.എഫിന് അതൊരു തലവേദനയാകും. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന പലയിടങ്ങളിലും അതൊരു പ്രധാന പ്രശ്നവുമാകും. അൻവറിനെ തള്ളി കേരള കോൺഗ്രസ് എമ്മിനെയോ CPIയെയോ യു.ഡി.എഫിലേക്ക് വലിക്കാനാണ് സതീശനും കൂട്ടരും നോക്കുന്നത്. എന്നാൽ രണ്ടും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ മുന്നണി യു.ഡി.എഫ് വോട്ടുകളിലും വിള്ളൽ വീഴ്ത്തുമെന്ന് ഉറപ്പാണ്. ആദ്യം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മേൽക്കൈ യു.ഡി.എഫിന് നേടാനായില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശനും കൂട്ടരും അധികാരം പിടിക്കാൻ കുറെ വേർക്കേണ്ടി വരും. ആ സമയത്താവും അൻവറിന്റെ ശക്തി യു.ഡി.എഫ് തിരിച്ചറിയാൻ പോകുന്നതും അൻവറിന്റെ കാലുപിടിക്കാനും പോകുക. അപ്പോൾ അൻവറിന്റെ നിലപാട് എന്തായിരിക്കുമെന്നതിന്റെ അടിസ്ഥാനമാക്കിയാവും സതീശന്റെ ഭാവി കൂടി കുറിക്കപ്പെടുക.